Hi everyone, this is Amy from Needles Academy. English സംസാരിക്കുമ്പോൾ usually നമ്മൾ വരുത്തുന്ന 5 mistakes ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. And I will also tell you how to correct them. Mistake 1. Using is or are with ing form when you talk about routines. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I am going to school every day. അത് തെറ്റാണ്. ശരിക്കും നമ്മൾ പറയുന്നത് I go to school every day. ഇവിടെ ഓർത്തിരിക്കുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ റൂട്ടീൻ പറയുന്ന സമയത്ത് യു നീഡ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒപ്പമാണ് നമ്മൾ ing ഫോം യൂസ് ചെയ്യുക. അനദർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് ഡ്രിങ്കിങ് കോഫി എവറി മോർണിംഗ്. അത് തെറ്റാണ്. റാദർ യു നീഡ് ടു സേ ഷീ ഡ്രിങ്ക്സ് കോഫി എവറി മോർണിംഗ്. മിസ്റ്റേക്ക് 2. ഫോർഗെറ്റിംഗ് ടു ആഡ് ഡിഡ് വിത്ത് ദ പാസ്റ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ യൂഷ്വലി പറയുക when you came അല്ലെങ്കിൽ where you went yesterday. ഇത് തെറ്റാണ്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു നീഡ് ടു ആഡ് ഡിഡ്. ഇത് കറക്റ്റായിട്ട് വരുന്നത് when did you come അല്ലെങ്കിൽ where did you go yesterday. The important thing that you need to remember here is did എന്നുള്ള വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് മെയിൻ വെർബിനെ നമ്മൾ സിമ്പിൾ ഫോമിൽ അല്ലെങ്കിൽ ബേസ് ഫോമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. മിസ്റ്റേക്ക് 3. യൂസിങ് മോർ വിത്ത് കമ്പാരിറ്റീവ്സ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഷീ ഈസ് മോർ ടോളർ അല്ലെങ്കിൽ ദിസ് ഇസ് മോർ ഈസി. പക്ഷെ ഇവിടെ നമുക്ക് മോറിൻ്റെ ആവശ്യമില്ല. അതായത് അഡ്ജക്റ്റീവ്സ് വരുന്ന അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ യു ഡോണ്ട് നീഡ് ടു യൂസ് ഓർ ആഡ് മോർ ദേ. അല്ലാതെ തന്നെ ആ ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സോ ദ കറക്റ്റ് ഫോം വുഡ് ബി ഷീ ഈസ് ടോളർ അല്ലെങ്കിൽ ദിസ് ഈസ് ഈസിയർ. മിസ്റ്റേക്ക് 4. മിസ് യൂസിങ് എ ആൻഡ് ആൻഡ്. പലപ്പോഴും നമ്മൾ അൺനോയിങ്ലി വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് എയും ആനും മിസ്പ്ലേസ് ചെയ്യാവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ സോ ആൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഹി ഈസ് എ ഓണസ്റ്റ് മാൻ. ഇത് രണ്ടും തെറ്റാണ്. ഇവിടെ നമ്മൾ ലെറ്റേഴ്സിനല്ല വവൽ സൗണ്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് സെൻറ്റൻസ് വുഡ് ബി ഐ സോ എ യൂണിവേഴ്സിറ്റി ആൻഡ് ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ. കാരണം ഓണസ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഏത് സൗണ്ടിലാണ്? ഓൺ എന്നുള്ള വവൽ സൗണ്ട് വെച്ചിട്ടാണ്. Now the final mistake that we make, which is using or placing wrong prepositions after common verbs. ചില verbsന് നമ്മൾ ഒരു preposition addition ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല because അവരുടെ മീനിങ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ I discussed about this problem. അവിടെ നമുക്ക് ആ അബൌട്ടിൻ്റെ ആവശ്യമില്ല. You can simply say I discussed the problem. കാരണം ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പ്രോബ്ലത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയാണ് I reached to the station. No, you don't have to add to here. You can simply say I reached the station. These are the 5 common mistakes that we usually make while speaking in English. Fix these mistakes and you will sound clearer and more confident in English. Thank you.